മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയെയും കണ്ണനെയും കൊല്ലാനായിട്ട് മാർക്കോനെ ഏൽപ്പിക്കുകയാണ് പ്രതാപനും വാമദേവനും. ഒറ്റയടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിക്ക് ഞങ്ങൾക്ക് രണ്ടുപേരെയും കൊല്ലുന്നതാണ് ഇഷ്ടം. പക്ഷേ മഹാലക്ഷ്മിയിൽ കൊന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്താണെങ്കിലും കണ്ണനെ കൊല്ലണമെന്നൊക്കെ വാമദേവനും പ്രതാപനും പറയുന്നുണ്ട് മാർക്കോനോട്. പക്ഷേ മാർക്കോയ്ക്ക് ഇത് വളരെ ഒരു സങ്കടമാകുന്നുണ്ട്. ഇവരുടെ കുടുംബത്തിലുള്ളവർ തന്നെ ഇവരെ ഇങ്ങനെ ദ്രോഹിക്കാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും, ഇവർക്കിട്ടൊരു നല്ല പണി കൊടുക്കണമെന്ന് മാർക്കോ തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് പ്രതാപൻ കരുണയെ കാണാൻ വേണ്ടി കമലേശ്വരം തറവാട്ടിൽ എത്തുന്നുണ്ട്. അതിനുശേഷം കരുണയെ കാണുകയും കരുണയോട് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കരുണ പറയുന്നുണ്ട്, അച്ഛൻ അറിഞ്ഞില്ലേ, മഹാലക്ഷ്മിയുടെ പേരിലോട്ട് ഈ സ്വത്തെല്ലാം എഴുതി കൊടുക്കാൻ പോവുകയാണെന്നും ഇനി മഹാലക്ഷ്മി മഹാറാണിയെപ്പോലെ ഇവിടെ വാഴുമെന്നും പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ച പോലെ ഒന്നുള്ള ജീവിതം എനിക്ക് കിട്ടിയിട്ടില്ല അച്ഛാ. ഉണ്ണിയേട്ടന് ഈ സ്വത്തിൻ്റെ യാതൊരുവിധ അവകാശങ്ങളും ഇല്ല. അതുകൊണ്ട് ഒരു പാപ്പരായ ഒരാളെ കൊണ്ടല്ലേ അച്ഛൻ എന്നെ കല്യാണം കഴിച്ചതെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഉണ്ണിക്ക് വളരെ വിഷമമാകുന്നുണ്ട്. എന്നെ ഒരു വിലയും ഈ കൽപ്പിക്കുന്നില്ലല്ലോ എന്നോർത്ത്. പിന്നീട് വാമദേവനെയും പ്രതാപനെയും ഒരു സ്ഥലത്തോട്ട് വിളിച്ചു വരുത്തുന്നുണ്ട് മാർക്കോ. അങ്ങനെ രണ്ടുപേരോടും പറയുന്നുണ്ട്, കണ്ണൻ സാറിൻ്റെ കഥ കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നിടത്തോട്ട് വരണമെന്ന് പറഞ്ഞ് ഇവരെ രണ്ടുപേരും ഒരു സ്ഥലത്തോട്ട് വരുത്തിക്കുന്നുണ്ട്. എന്നിട്ട് അവർക്ക് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട്. ഇനി മേലെ കണ്ണൻ സാറിൻ്റെ പിറകെ നടന്ന് അവരെ രണ്ടുപേരെയും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാലും കൈ ഞാൻ വെട്ടിക്കളയും, അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നോണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ താക്കീത് ചെയ്ത് വിടുന്നുണ്ട്. അതിനുശേഷം മേഘനാഥനെ ചെന്ന് കാണുന്നുണ്ട് മാർക്കോ. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ അച്ഛനെയും നിൻ്റെ അങ്കിളിനെയും എല്ലാം ഞാൻ നല്ല കണക്കിന് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇനിമേല കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മിയുടെയും പിറകെ നടന്ന് അവരെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഗതി തന്നെയായിരിക്കും നിനക്കും വരുന്നത്, നിൻ്റെ അച്ഛനെയായിരിക്കും ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടുന്നത് എന്നൊക്കെ മേഘനാഥനോട് പറയുന്നുണ്ട്. മേഘനാഥൻ പറയുന്നുണ്ട്, ഇതൊക്കെ പറയാൻ നീ ആരാടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ആരാണെന്ന് നിനക്ക് വഴിയെ മനസ്സിലാവും. തോമസ് വൈദ്യൻ്റെ ഡിസ്പെൻസറിയിൽ വെച്ച് നീയാണ് കണ്ണൻ സാറിനെ ഉപദ്രവിക്കാൻ ആളെ വിട്ടതെന്നും അവനിക്ക് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ടെന്നും എൻ്റെ കൈയുടെ ചൂട് അവൻ അറിഞ്ഞിട്ടുണ്ടെന്നും മേഘനാഥനോട് പറയുകയാണ് മാർക്കോ. എന്നിട്ട് പറയുന്നു, ഇനി നീയും അതിന് മുതിർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയുടെ ചൂട് നീയും അറിയുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയാൻ നീ ആരാടാ എന്നൊക്കെ ചോദിച്ച് മേഘനാഥൻ മാർക്കോവിനെ ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, എൻ്റെ സഹോദരിയാണ് മഹാലക്ഷ്മി, അതുകൊണ്ട് ഇനി അവളുടെ പിറകെ ഇനി നടക്കുകയോ അവരുടെ കുടുംബജീവിതത്തിൽ ഇടപെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വിവരം അറിയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മാർക്കോ അവിടെ നിന്ന് പോകുകയാണ്. ഇനി കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതത്തിൽ ഒരു നിഴലായി തന്നെ മാർക്കോ അവരുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം.